നമ്മുടെ ഇന്ത്യൻ നേവിയിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിക്കാൻ പോകുന്നുണ്ട്. 5-ാം തീയതി മുതലാണ് ഇതിന്റെ അപേക്ഷ തുടങ്ങുന്നത്. ജൂലൈ 5 മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഇതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക, അപേക്ഷിക്കാനായിട്ട് വളരെ ചുരുക്കം സമയം മാത്രമേ ഇപ്പോൾ അപ്ഡേറ്റ് പ്രകാരം ലഭിക്കുന്നുള്ളൂ. മേ ബി അത് എക്സ്റ്റെൻഡ് ചെയ്യോ ഇല്ലയോ നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല, എങ്കിലും വളരെ ചുരുക്ക സമയം മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. നമ്മളിതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ നേവി സിവിലിയൻ എൻട്രൻസ് ടെസ്റ്റ് 01/2025 നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നോട്ടിഫിക്കേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റ് ഇതിൽ വന്നിട്ടുണ്ട്. ചാർജ്മാൻ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ MTS വന്നിട്ടുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റുകൾ. ചാർജ്മാൻ തന്നെ മെക്കാനിക്കൽ, അതുപോലെ ഇലക്ട്രിക്കൽ, ഇങ്ങനെ വിവിധ പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. 18 to ഏകദേശം 27 വയസ്സ് വരെയുള്ള ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റുകളുണ്ട്. മെൻ ആൻഡ് വുമൺ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. വേണ്ടിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയുന്നില്ല. നോട്ടിഫിക്കേഷൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പറയാം. കാരണം ഒരുപാടധികം പോസ്റ്റുകളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ചില്ലറ പോസ്റ്റുകൾ നിങ്ങൾക്ക് തന്നെ നോക്കി മനസ്സിലാക്കാം. നിരവധി പോസ്റ്റും അതിന് നിരവധി യോഗ്യതകളുമാണ് പറയുന്നത്. വിവിധ കമാൻഡന്റിലേക്കുമാണ് ഇത് വിളിച്ചിട്ടുള്ളത്. ഈസ്റ്റേൺ കമാൻഡന്റ് ഉണ്ട്, അതുപോലെ തന്നെ വെസ്റ്റേൺ ഉണ്ട്, സദേൺ ഉണ്ട്, അതുപോലെ ഈസ്റ്റ് നാവൽ കമാൻഡ്. നിങ്ങൾക്ക് ഓരോന്ന് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും. വെസ്റ്റേൺ നാവൽ കമാൻഡ്, അതുപോലെ തന്നെ ഈസ്റ്റേൺ നാവൽ കമാൻഡ്, സദേൺ നാവൽ കമാൻഡ്, അതുപോലെ തന്നെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ, അവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ പല സ്ഥലങ്ങളിലായിട്ടാണ് വിളിച്ചിട്ടുള്ളത്. അതിൻ്റെ വേക്കൻസി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. MTSന്റെ വേക്കൻസിയാണ്. നമ്മുടെ സദേൺ കമാൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ ആകെ മൊത്തം വന്നിട്ടുള്ള വേക്കൻസി എന്ന് പറയുന്നത് 4 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ആകെ മൊത്തം എല്ലാ പോസ്റ്റിനും എല്ലാ സ്ഥലത്തും കൂടി 1000-ൽ കൂടുതൽ ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വേക്കൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഏജിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. വിവിധ പോസ്റ്റിന് വിവിധങ്ങളായിട്ടുള്ള ഏജും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഫയർമാൻ വന്നിട്ടുണ്ട്, ഇതിനൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഫയർമാൻ പോസ്റ്റും ഇതിൽ വന്നിട്ടുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റ് വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. വിവിധ പോസ്റ്റിന് വിവിധങ്ങളായിട്ടുള്ള യോഗ്യതകളാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഫയർമാൻ എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷനും കൂടി ചെക്ക് ചെയ്യാവുന്നതാണ്. ഫയർമാൻ്റെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും. ഫയർ എഞ്ചിൻ ഡ്രൈവറാണത്. അതുപോലെ തന്നെ ഫയർമാൻ്റെയും കൂടി നമുക്ക് നോക്കാവുന്നതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫയർമാൻ്റെ യോഗ്യതകളും കാര്യങ്ങളൊക്കെ കൊടുത്തത് +2 ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള ഡിസേബിൾ ക്വാളിഫിക്കേഷൻ, ഫിസിക്കൽ സ്റ്റാൻസ്, അതുപോലെ തന്നെ ഇൻഡുറൻസ് ടെസ്റ്റ്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഉടനെ, അതായത് 5-ാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്ത ഉടനെ തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. പരമാവധി സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു കാര്യം ഷെയർ ചെയ്തെത്തിക്കുക. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ നിലവിൽ വരാനായിട്ട് പോകുന്നത്. അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. 5-ാം തീയതിയാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ മാക്സിമം കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഒരു നോട്ടീസ് മാത്രമേ, ഈ ഷോർട്ട് നോട്ടീസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇതിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് പറയുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ, ഏജ്, അതുപോലെ തന്നെ വേക്കൻസി ഡീറ്റെയിൽസ് എല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ എല്ലാം കൊളാബോ, എല്ലാം മിക്സ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിയോട് കൂടി കാര്യം മനസ്സിലാക്കാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ വെച്ചുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട.